പിതാമഹൻ ഒട്ടകത്തിന്റെ പുറത്ത്, പിതാവ് കാറിൽ, ഞാൻ മെഴ്സഡിസിൽ, എൻ്റെ മകൻ ലാൻഡ് റോവറിൽ, എൻ്റെ പേരമകൻ ഫെറാറിയിൽ. പക്ഷേ എൻ്റെ പൗത്രൻ വീണ്ടും ഒട്ടകത്തിന്റെ പുറത്തായിരിക്കുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഒരു മണൽ പ്രദേശത്തെ മുത്തുപെറുക്കി ജീവിച്ച മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ഒരു ജനതയെ ഒന്നാകെ മാറ്റിമറിച്ചു. സ്വപ്നം കണ്ടത് നടപ്പിലാക്കാൻ വേണ്ടി പണിയെടുത്ത ആ ജനതയാണ് ആ മായിക നഗരം സൃഷ്ടിച്ചത്. മരുഭൂമിയുടെ സ്വർണ്ണ മണലിനു നടുവിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ബുർജ് ഖലീഫയും കടലിൽ പനമരങ്ങൾ പോലെ വിരിഞ്ഞ പാ ജുമൈറയും തിളങ്ങുന്ന ദുബായ് മാളിന്റെ ജനക്കൂട്ടവുമൊക്കെ അവരുണ്ടാക്കിയെടുത്തതാണ്. ആ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം ഉണ്ടാക്കിയെടുത്തതാണ്. ഇന്ന് പറയുന്നത് ആ കഥയാണ്. അറേബ്യൻ ഗൾഫിന്റെ നീല തിരമാലകളും മരുഭൂമിയുടെ സ്വർണ്ണമണലും കൈകോർക്കുന്ന ഒരു നാട്. വെയിലിന്റെ തീക്ഷ്ണതയിൽ മണൽ ചുട്ടുപൊള്ളുന്നു. ഇടയ്ക്കെത്തുന്ന കാറ്റ് ആ മരുഭൂമിക്ക് അല്പം ആശ്വാസം നൽകി തിരിച്ചു പോകുന്നു. പക്ഷേ ആ മണലാരണ്യത്തിലേക്ക് ചെന്നെത്തിയവരാരും പിന്നീട് ഒരു തിരിച്ചുവരവിന് തയ്യാറായിട്ടേയില്ല. അധ്വാനിക്കുന്നവന് മണ്ണും പൊന്നും നൽകി അനുഗ്രഹിച്ച ഭൂമി, ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും കെടാത്ത ഒരിടം. പറഞ്ഞു വരുന്നത് പണ്ടെങ്ങോ കേട്ടു മറന്നുപോയ അത്ഭുത വിളക്കിന്റെ ജിമ്മിനെ കുറിച്ചല്ല. ചുട്ടുപൊള്ളുന്ന മണൽപ്പരിപ്പിൽ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ആ നാടിന്റെ പേര് ദുബായ് എന്നാണ്. മുത്തുവാരി മത്സ്യബന്ധനം നടത്തി ജീവിച്ച ഒരു ജനതയുടെ സ്വപ്നത്തിന്റെ പേര് കൂടിയാണ് ദുബായ്. അവരുടെ വിയർപ്പ് പടുത്തുയർത്തിയ സൗധങ്ങളുടെ കഥ. ഇതാണ് ദുബായ്. മരുഭൂമിയിലെ ഒരു ചെറിയ ഗ്രാമം എങ്ങനെ ലോകത്തിന്റെ നെറുകയിലെത്തിയെന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും ചിലപ്പോൾ രോമാഞ്ചമുണ്ടാകും. ആ കഥ ആരംഭിക്കുന്നത് 1800കളിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1800കളിൽ ദുബായ് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. അറേബ്യൻ ഗൾഫിന്റെ തീരത്ത് ഒരു കൈത്തോടിന്റെ ഇരുകരകളിലായി ബനിയാസ് ഗോത്രത്തിലെ ആൾ മക്തൂം കുടുംബം താമസിച്ചു. മത്സ്യബന്ധനവും മുത്തുമുങ്ങിയെടുക്കലുമായിരുന്നു അവരുടെ ഉപജീവന മാർഗം. കടലിന്റെ ആഴങ്ങളിൽ നിന്ന് മുത്തുകൾ ശേഖരിച്ച് ഇന്ത്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വന്ന വ്യാപാരികൾക്ക് വിറ്റു. 1833-ൽ ഷെയ്ഖ് മക്തൂം ബിൻ മുത്തി തന്റെ ജനങ്ങളെ ഈ കൈതോടിന്റെ തീരത്തേക്ക് കൊണ്ടുവന്നു. മണ്ണും പനമ്പും കൊണ്ടുള്ള വീടുകൾ അവർ പണിതുയർത്തി. അവരങ്ങനെ അവിടെ ജീവിതം തുടങ്ങി. വളരെ ചെറിയ ജീവിതമായിരുന്നുവെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലായിരുന്നു. 1894-ൽ ഷെയ്ഖ് മക്തൂം ബിൻ ഹാഷർ ഒരു വലിയ തീരുമാനമെടുത്തു. ദുബൈയെ ഒരു സ്വതന്ത്ര തുറമുഖമാക്കുക എന്നതായിരുന്നു ആ തീരുമാനം. വ്യാപാരത്തിന് നികുതിയും ഒഴിവാക്കി. ഈ തീരുമാനം ഒരു വിളക്കിൽ നിന്ന് പുറത്തു വന്ന ജിന്നിനെ പോലെയാണ് പ്രവർത്തിച്ചത്. അതായത് വ്യാപാരികൾ പേർഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് ഉണ്ടായത്. കൈത്തോടിന്റെ തീരത്ത് തടികൊണ്ടുള്ള കപ്പലുകളിൽ നിന്ന് സ്വർണം, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ഇറക്കി വ്യാപാരം ചെയ്തു തുടങ്ങി. പതിയെ പതിയെ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ദുബായ് ഒരു വ്യാപാര കേന്ദ്രമായി തിളങ്ങാൻ തുടങ്ങി. 90കളുടെ തുടക്കത്തിൽ ഷെയ്ഖ് സയ്യിദ് ബിൻ മക്തൂം ഈ വ്യാപാരത്തിന്റെ അടിത്തറ ശക്തമാക്കുകയാണ് ചെയ്തത്. 1930കളുടെ തുടക്കത്തിൽ ജാപ്പനീസുകാർ കൃത്രിമ മുത്തുകൾ കൊണ്ടുവന്നു. ഇതോടെ മുത്തു വ്യവസായം തകർന്നടിഞ്ഞു. പക്ഷെ അവർ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. ദുബായ് തന്റെ വിധി മാറ്റാൻ തീരുമാനിച്ചു. 1958ൽ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം രാത്രി ഒരു സ്വപ്നം കണ്ടു. അമ്പരചുംബികളായ കെട്ടിടങ്ങളുള്ള ആഗോള കേന്ദ്രമായ ഒരു നഗരം. പിന്നീട് അദ്ദേഹം താണ്ടിയ ഗാഥങ്ങളൊക്കെയും ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കായിരുന്നു. അദ്ദേഹം കൈത്തോട് വലുതാക്കി വലിയ കപ്പലുകൾക്ക് പ്രവേശനം എളുപ്പമാക്കി. പലരും പലതും പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം തന്റെ ജോലികൾ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടത്. 1966ലെ ഒരു സൂര്യോദയം ദുബൈയുടെ വിധിയെ മാറ്റിമറിച്ചു. ഫത്തേഹ് എന്ന എണ്ണപ്പാടത്ത് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിന്റെ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം കിട്ടി. കറുത്ത സ്വർണം, എണ്ണ, മണലിന്റെ മാറിൽ നിന്ന് പൊട്ടിവന്ന ഈ സമ്പത്ത് ദുബൈയുടെ ഹൃദയത്തിൽ പുതുജീവൻ പകർന്നു. കൈത്തോടിന്റെ തീരത്ത് മത്സ്യം പിടിച്ചിരുന്നവർ, മുത്തിനായി മുങ്ങിയിരുന്നവർ ഒരു പുതിയ യുഗത്തിന്റെ സാക്ഷികളായി മാറി. പക്ഷേ ഷെയ്ഖ് റാഷിദ് ഒരു ദീർഘദൃഷ്ടിയായിരുന്നു. ഈ നിധിയെ ഒരു തുടക്കം മാത്രമായിട്ടാണ് അദ്ദേഹം നോക്കിക്കണ്ടത്. എണ്ണ തീർന്നാലും ദുബായ് തിളങ്ങണം. അദ്ദേഹം മനസ്സിൽ കുറിച്ചത് ആ വാക്കുകളാണ്. ഒരു മാന്ത്രിക വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു നഗരത്തിന്റെ ഭാവി അദ്ദേഹം വരച്ചു ചേർത്തു. എണ്ണ എന്ന മാന്ത്രിക വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു നഗരത്തിന്റെ ഭാവി അദ്ദേഹം വരയ്ക്കാൻ ആരംഭിച്ചു.
ഷെയ്ഖ് റാഷിദ് എണ്ണയിൽ മാത്രം ആശ്രയിക്കാൻ വിസമ്മതിച്ചത് അങ്ങനെയാണ്. എൻ്റെ പിതാമഹൻ ഒട്ടകത്തിന്റെ പുറത്തും പിതാവ് കാറിലും ഞാൻ മേഴ്സിഡസിലും എൻ്റെ മകൻ ലാൻഡ് റോവറിലും എൻ്റെ പേരമകൻ ഫെറാറിയിലും, പക്ഷേ എൻ്റെ പൗത്രൻ വീണ്ടും ഒട്ടകത്തിന്റെ പുറത്തായിരിക്കുമെന്ന ഭയം അദ്ദേഹത്തെ കൊണ്ട് മാറ്റി ചിന്തിച്ചു. എണ്ണയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എണ്ണ തീർന്നാലും ദുബായ് തഴച്ചു വളരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ആ ദീർഘവീക്ഷണമാണ് ദുബായ് എന്ന സാമ്രാജ്യത്തെ സൃഷ്ടിച്ചെടുത്തത്. 1971 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഭാഗമായി ദുബായ് ഒരു പുതിയ യാത്ര തുടങ്ങി. 1979 ഷെയ്ഖ് റാഷിദ് ജബൽ അലി തുറമുഖവും ഫ്രീ സോൺ സ്ഥാപിച്ചു. ലോകത്തിന്റെ വ്യാപാര കവാടമായി ദുബായിയെ മാറ്റിയത് ഇങ്ങനെയാണ്. 1985 എമിറേറ്റ്സ് എയർലൈൻസും ആരംഭിച്ചു. ആകാശത്തിന്റെ പാതകൾ തുറന്ന് ലോകത്തെ മുഴുവൻ ദുബായിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. 1990കളിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിയെ ഒരു ആഗോള വിനോദ വ്യാപാര കേന്ദ്രമാക്കാൻ സ്വപ്നം കണ്ടു തുടങ്ങി. 2000കളിൽ ദുബായ് ഒരു മാന്ത്രിക നഗരമായി മാറി. 2010 ബുർജ് ഖലീഫ, ലോകത്തിന്റെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം, ആകാശത്തേക്ക് ഉയർന്നു വന്നു. പാം ജുമൈറ, കടലിൽ നിന്നുയർന്ന കൃത്രിമ ദ്വീപ്, ദുബായിയുടെ സർഗാത്മകതയെ ലോകത്തിന് കാണിച്ചത് ഇതൊക്കെയാണ്. ദുബായ് മറീന, ഇവയെല്ലാം ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. വിനോദസഞ്ചാരം, റിയൽ എസ്റ്റേറ്റ്, ധനകാര്യം, ലോജിസ്റ്റിക്, ഇവ ദുബായിയുടെ സമ്പത്തിന്റെ തൂണുകളായി മാറി. 1970കളിൽ എണ്ണയുടെ സമ്പത്ത് ദുബായിയെ തുറന്ന വാതിലാക്കി മാറ്റിയിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികൾ ദുബായിയെ തേടിയെത്തി. അവർ മരുഭൂമിയിൽ കെട്ടിടങ്ങൾ പണിതു, റോഡുകൾ നിർമ്മിച്ചു, തുറമുഖങ്ങൾ വികസിപ്പിച്ചു. ജബൽ അൽ തുറമുഖവും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്, ഷെയ്ഖ് സായിദ് റോഡ്, ഇവയെല്ലാം അവരുടെ വിയർപ്പിന്റെ കഥ പറയുന്നവയാണ്. ഒരു പക്ഷിയെ പോലെ ദുബായ് ചിറകടിച്ചുയർന്നപ്പോൾ ഈ തൊഴിലാളികളായിരുന്നു അതിന്റെ ചിറകുകൾ. ഓരോ ഇഷ്ടികയും ഓരോ റോഡും അവരുടെ കഠിനാധ്വാനത്തിന്റെ അടയാളമായിരുന്നു. 1990കളോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിയെ ഒരു വിനോദ വ്യാപാര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനുവേണ്ടി കൂടുതൽ കുടിയേറ്റക്കാരാണ് ആ നാട്ടിലേക്ക് എത്തിയത്. എഞ്ചിനീയർമാർ, ഡിസൈനർമാർ, ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ. ബുർജ് ഖലീഫയുടെ രൂപകൽപ്പനയിൽ യൂറോപ്പിൽ നിന്നുള്ള വാസ്തുശില്പികൾ, പാം ജുമൈറയുടെ നിർമ്മാണത്തിൽ ഏഷ്യയിൽ നിന്നുള്ള തൊഴിലാളികൾ, ദുബായ് മാളിന്റെ തിളക്കത്തിന് പിന്നിൽ ആഫ്രിക്കയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ, എല്ലാവരും ഒരുമിച്ച് ദുബായിയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ വർഷം 2025. ദുബായിൽ 3.7 ദശലക്ഷം ജനസംഖ്യയിൽ 90%-ലധികവും കുടിയേറ്റക്കാരാണുള്ളത്. 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണവർ. ഈ വൈവിധ്യം ദുബായിയെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റിയെന്ന് വേണം പറയാൻ. ഓരോ മുഖവും ഓരോ ഭാഷയും ദുബായിയുടെ ചിത്രത്തിൽ പുതിയ നിറങ്ങൾ ചേർത്ത് പിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുടിയേറ്റക്കാർ ദുബായിയുടെ സംസ്കാരത്തിന് തിളക്കം പകർന്നു. ഗോൾഡ് സൂക്കിൽ ഇന്ത്യൻ വ്യാപാരികൾ സ്വർണം വിൽക്കുമ്പോൾ അൽ ഫഹിദി തെരുവുകളിൽ പേർഷ്യൻ പൈതൃക മുഖം കാണിക്കുന്നു. ഫിലിപ്പീൻസിൽ നിന്നുള്ളവർ ഹോട്ടലുകളിൽ പുഞ്ചിരി വിതറുന്നു. ലബനീസ് ഭക്ഷണശാലകൾ ദുബായിയുടെ രുചികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. 2023 17 ദശലക്ഷം വിനോദസഞ്ചാരികൾ ദുബായ് സന്ദർശിച്ചപ്പോൾ അവർ കണ്ടത് ഈ വൈവിധ്യത്തിന്റെ മനോഹാരിത കൂടിയാണ്. എക്സ്പോ 2020 192 രാജ്യങ്ങൾ ഒരുമിച്ചപ്പോൾ ദുബായ് ലോകത്തിന്റെ ഒരു ചെറിയ പ്രതിബിംബമായിട്ട് വർദ്ധിച്ചു. 2025 ദുബായ് ഒരു ആഗോള നഗരം തന്നെയാണ്. 3.7 ദശലക്ഷം ജനസംഖ്യയുള്ള ഈ നഗരം 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സങ്കേതം കൂടിയാണ്. 2024 ദുബായിയുടെ GDP $115 ബില്യൺ കവിഞ്ഞിട്ടുണ്ട്. എണ്ണയിൽ നിന്നുള്ള വരുമാനം 5% മാത്രമാണ്. 2023 16 ദശലക്ഷം വിനോദസഞ്ചാരികൾ ദുബായ് സന്ദർശിച്ചു. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായി മാറി. എക്സ്പോ 2020 ദുബായിയെ ആഗോള ഹബ്ബാക്കി ഉറപ്പിക്കുകയും ചെയ്തു. ദുബായ് ഫിനാൻഷ്യൽ സെന്റർ, ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ, സുസ്ഥിര വികസന പദ്ധതികൾ, ഇവയെല്ലാം ദുബായിയെ ഭാവിയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. 2030ഓടെ ദുബായ് ഒരു സ്മാർട്ട് സിറ്റി ആകാൻ, സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയാണ്. ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റജി, മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സോളാർ പാർക്ക്, ഇവ ഭാവിയിലേക്കുള്ള വാഗ്ദാനങ്ങളും. ദുബായ് ശരിക്കും പറഞ്ഞാൽ ഒരു വിളക്കാണ്. അധ്വാനിക്കാൻ മനസ്സു കാണിച്ച് അവിടേക്കെത്തുന്ന മനുഷ്യരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു മാന്ത്രിക വിളക്ക്. പക്ഷേ കഠിനാധ്വാനവും ദീർഘദൃഷ്ടിയും കൊണ്ടാണ് അത് തിളങ്ങുന്നത് എന്ന് മാത്രം. ഇതാണ് ദുബായിയുടെ കഥ. മണലിൽ തുടങ്ങി സ്വപ്നങ്ങളാൽ നെയ്ത, വിശ്വാസത്താൽ തിളങ്ങുന്ന ഒരു വലിയ നഗരം. ബുർജ് ഖലീഫയിൽ നിന്ന് നോക്കിയാൽ മരുഭൂമിയും കടലും ഇപ്പോഴും ഒരു സ്വപ്നം പോലെ കാണാം. ഈ നഗരത്തിന്റെ ഹൃദയം അതിന്റെ ജനങ്ങളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും
പലതും നേടിയെടുത്ത ജനങ്ങളുടെ സ്വന്തം നഗരമാണത്. മരുഭൂമിയിൽ നിന്ന് ഉയർന്ന ഈ നഗരം നമുക്കും ഒരു സന്ദേശം നൽകുന്നുണ്ട്. മനസ്സിലൊരു സ്വപ്നമുണ്ടെങ്കിൽ ഒരു മണൽക്കാറ്റിൻ്റെ ശക്തിയോടെ നിനക്കും ആ മായാലോകം സൃഷ്ടിക്കാമെന്ന വലിയ സന്ദേശം. അപ്പോൾ ദുബൈയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്തുക. പ്രത്യേകിച്ചും പ്രവാസികളൊക്കെ ഇത് കഥ അറിയട്ടെ അല്ലേ.